നമ്മൾ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം കീഴടക്കാൻ കഴിയുന്ന 3 പ്രത്യേകമായ മണ്ഡലങ്ങളിൽ അദ്ദേഹം വാഴുന്നു എന്നുള്ളതാണ്. അത് സാധാരണതയിൽ നമുക്കിപ്പോൾ ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അഭിനയ പ്രതിഭയ്ക്ക് പിന്നെ ചില ഏത് ക്യാരക്ടറിന് ഇപ്പോൾ ഉദാഹരണത്തിന് ഫഹദ് ഫാസിലിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം ഏത് കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഉജ്ജ്വലമാവും, യാതൊരു സംശയമില്ല. അതിനുള്ള റേഞ്ച് ഉള്ളൊരു നടനാണ്, എല്ലാം ഉണ്ട്. പക്ഷേ മോഹൻലാൽ അങ്ങനെയല്ല. ആ റേഞ്ച് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ ആവശ്യമായ വലിയൊരു ഓറയുമുണ്ട്. അതാണ് ഒരു അഭിനേതാവിനെ കവിഞ്ഞുള്ളൊരു ഓറയും കൂടി അത് ആ ഓറ വഴി മലയാളികൾക്കിടയിലൊരു ഭയങ്കരമായ ഒരു ഇഷ്ടം സമ്പാദിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. വലിയ തോതിലുള്ള ഇഷ്ടം മലയാളികൾക്ക് അദ്ദേഹത്തെ നേരിട്ട് കണ്ടാലും സിനിമയ്ക്ക് ഉള്ളിലും പുറത്തുമൊക്കെ അദ്ദേഹത്തിന് മാത്രമല്ല ഒട്ടും തന്നെ കൂസാത്ത ആ പ്രകൃതത്തിൻ്റെ ഏതിനോടും ഒട്ടും കൂസാത്തതും കണ്ണിറുക്കി കാണിക്കുന്നതായിട്ടുള്ള ആ പ്രകൃതമുണ്ടല്ലോ, അതിൻ്റെ ഈസിനെസ് അതൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഒരു സിനിമ വിജയിക്കുന്നതിലേക്ക് ചിലപ്പോൾ നമ്മളീ പറഞ്ഞ 3 എലമെൻറ്റ്സ് വെച്ച് നോക്കി അതുമാത്രമല്ല അതിനോടൊപ്പം ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓഫ് സ്ക്രീൻ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഭയഭക്തി അല്ലല്ലോ, സ്നേഹമാണ്. അതെ, അതാണ് നമുക്ക് തോന്നുന്നത്. ആളാണെന്നുള്ള അകലം നിറഞ്ഞ ഒരു ഭയഭക്തി അല്ല. ഞാൻ മുൻപ് മനോരമ ന്യൂസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹവുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ എനിക്ക് വേണ്ടി വന്നത് അവിടെ ന്യൂസ് മേക്കർ എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ്. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു, അദ്ദേഹം ഹോട്ട് സീറ്റിലാണ്. അപ്പോൾ ഓഡിയൻസ് ഉണ്ട്, ഗസ്റ്റുകളുണ്ട്, ഞാൻ ആണ് ആങ്കർ ചെയ്യുന്നത്. അപ്പോൾ സ്ഥാപനത്തിൽ എൻ്റെ സീനിയേഴ്സായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചോദിക്കും, അദ്ദേഹം അത് ചോദിച്ചാൽ പറയുമോ, ഇത് ചോദിച്ചാൽ പറയുമോ. ആ സമയത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയമാണെന്ന് തോന്നുന്നു. പിന്നെ പൊളിറ്റിക്സിനെ കുറിച്ച് അത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും. എനിക്ക് പെട്ടെന്ന് ആ ഷോയ്ക്ക് മുമ്പായിട്ട് അദ്ദേഹമായിട്ട് ഒന്ന് സംസാരിക്കാൻ അവസരം കിട്ടും. അദ്ദേഹം പറഞ്ഞു, ചോദിക്കൂ, നിങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യം, ഉത്തരം പറയേണ്ടത് എൻ്റെ സ്വാതന്ത്ര്യം. വളരെ ഈസിയായി ആ ഷോ ഇപ്പോഴും ഞാൻ ചെയ്ത ഷോകളിൽ വളരെ മികച്ച എനിക്കിഷ്ടപ്പെട്ട ഒരു ഷോകളിലൊന്നാണത്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിന് പെരുമാറാൻ ജീവിതത്തിലും പുറത്തുമൊക്കെ കഴിയുന്നു എന്നുള്ളതാണ്. സിനിമയ്ക്ക് അകത്താവുമ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി വേറൊരു ലെവലിൽ കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റിയായി മാറും. അപ്പോൾ ഇൻഡസ്ട്രിയുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു മനസാക്ഷി അദ്ദേഹത്തിന് നല്ല പിടുത്തമാണ്. അതിൻ്റെ ഉള്ളിൽ പ്രേക്ഷകരായാലും അതിനുള്ളിലെ ഈ ബിസിനസ് ഘടകങ്ങളായാലും എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളരെ ഈസിലി അദ്ദേഹത്തിന് വഴങ്ങുന്നതാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തെ ഇത്രയും വലിയ വിജയങ്ങൾക്ക് ഒരു അർഹനാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പറയാമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഒരു കുടുംബ കഥാപാത്രം, ഒരു കുടുംബനാഥനായി കാണുന്നതിൽ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ ഫാമിലി, ഈ ദൃശ്യത്തിലെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ 13 വർഷമായിട്ട് നമ്മളോടൊപ്പം ജീവിക്കുന്നുണ്ട് എവിടെയോ എന്നൊരു തോന്നലാണ് ആളുകൾക്കുള്ളത്. ആ ഫാമിലി എവിടെയോ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അവരെപ്പോൾ വേണമെങ്കിലും നമ്മളിടയ്ക്ക് ഒരു സിനിമയിലൂടെ അവരെ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല കേട്ടോ, എൻ്റെ അസൗകര്യം കാണണം എന്തായാലും. ഇപ്പോൾ ഒരുപാട് തിരക്കൊക്കെ ആയതുകൊണ്ടാണ്, എന്തായാലും കാണും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ആ സിനിമയുടെ അവസാനം എത്തിയിട്ടില്ലെങ്കിൽ ഇനിയും ഓപ്പൺ എൻഡഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? ദിവ്യ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആണെങ്കിൽ ഇപ്പോഴും ഇനിയും നമ്മുടെ കൂടെ ഇത് ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികളുടെ കാര്യം പിന്നെയും നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്ക് നമ്മൾ അവരെ കാണും എന്നുള്ള നിലയിലാണ്. അങ്ങനെ കൊണ്ടുവരാൻ ആ സീരീസിന് അല്ലെങ്കിൽ ആ നിലയ്ക്കൊരു ബ്രാൻഡാക്കി മാറ്റാൻ ജിത്തു ജോസഫിനും കൂടി കഴിഞ്ഞു. ഇതിൽ ജിത്തു ജോസഫിൻ്റെ ആ കോൺട്രിബ്യൂഷൻ കാണേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ദൃശ്യം 3 എന്ന് പറയുന്നത് ഇനി 4 ആയാലും 5 ആയാലും അത് എന്താ പറയുക, മറ്റൊരു സിനിമയല്ല, മറ്റൊരു ദൃശ്യമാണ് നമ്മൾ. സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി പോലെ തന്നെ ദൃശ്യം എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയായി മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.